ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1504 ദിവസമായി ഇന്ന് 2025 ജൂൺ മാസം 27 വെള്ളിയാഴ്ച. 1200 ആണ്ട് മിഥുനമാസം 13 ഗുരുവചനങ്ങളിലൂടെ അഹിംസ, സത്യം, അസ്തേയം, വ്യഭിചാരം ഇല്ലായ്മ, മദ്യവർജനം എന്നിങ്ങനെ ധർമ്മത്തെ ചുരുക്കത്തിൽ 5 തരംതിരിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ അദ്വൈത വേദാന്തത്തിലെ യോഗയുക്തി എന്ന് വിവരിക്കുന്നതിൻ്റെ 19 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അലൗകികമായ കൽപ്പനകളുടെ വശത്തേക്ക് ചാഞ്ഞാൽ മാലാഖകൾ, ദൈവദൂതന്മാർ തുടങ്ങിയുള്ള എണ്ണമറ്റ സങ്കല്പങ്ങൾക്ക് അമിതമായ സ്ഥാനം നൽകേണ്ടി വരും. നേരെ മറിച്ച് ഐഹികമായ മൂർത്തഭാവങ്ങളുടെ വശത്തേക്കാണ് ചായ്വെങ്കിൽ ചരിത്രാതീത കാലം മുതൽ ആരാധിക്കപ്പെട്ടു പോരുന്ന ശിലാവിഗ്രഹങ്ങൾക്കും മറ്റും ക്രമാതീതമായ പ്രാധാന്യം നൽകേണ്ടി വരും. മനുഷ്യൻ്റെ മൂല്യബോധത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള ഈ 2 പ്രവണതകളും നല്ലതാണോ ചീത്തയാണോ രണ്ടുമല്ലാത്തതാണോ എന്നത്, അവയെ ഏതു തരത്തിൽ മനസ്സിലാക്കുന്നു എന്ന മാനുഷിക ബന്ധങ്ങളെയും മനുഷ്യൻ്റെ ചെയ്തികളെയും സ്വാധീനം ചെയ്യാൻ അവയെ എത്രത്തോളം അനുവദിക്കുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും. ഒരു തരത്തിലുള്ള രൂപകൽപ്പനയും അംഗീകരിച്ചു കൊടുക്കാത്തതും ഏറ്റവും സംശുദ്ധമെന്ന് അവകാശപ്പെടുന്നതുമായ മതങ്ങളിൽ പോലും ഈ 2 പ്രവണതകൾ ഏതെങ്കിലും രൂപത്തിൽ ഏറ്റവും സംസ്കൃതമോ അരൂപമോ ആയ ഭാവത്തിലെങ്കിലും അവശ്യം സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. പാരത്രികമായ എല്ലാ രൂപകൽപ്പനകളെയും ഐഹികമായ ജീവിതത്തിലെ മൂല്യങ്ങളുടെ തലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരണം. അതുപോലെ തന്നെ ഐഹികമായ എല്ലാ പാവന വസ്തുക്കളെയും പവിത്ര സ്ഥാനങ്ങളെയും സർവമാനകമായിരിക്കുന്ന പരമ്പൊരുളിലേക്ക് വിരൽ ചൂണ്ടുന്നതായി കാണണം. അപ്പോൾ മാത്രമേ ഈ 2 തരം പ്രവണതകളും ധ്യാനനിഷ്ഠമായ ആധ്യാത്മിക പുരോഗതിയുടെ സന്ദർഭത്തിൽ വിലയുള്ളതായിരിക്കുകയുള്ളൂ. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.